എപ്സ്റ്റീൻ വിവാദങ്ങൾക്ക് പിന്നാലെ ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസർ അറസ്റ്റിൽ. സർക്കാർ ഓഫീസിലെ പെരുമാറ്റ ദൂഷ്യത്തിനാണ് നടപടി. രാജകുടുംബാംഗം എന്ന നിലയിൽ ഉണ്ടായിരുന്ന പദവികളിൽ നിന്നും ആൻഡ്രൂവിനെ ഒഴിവാക്കിയിരുന്നു. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, നിരവധി പ്രമുഖരാണ് എപ്സ്റ്റീൻ ഫയൽ പുറത്തുവന്നതിന് പിന്നാലെ വലിയ വിവാദക്കുരുക്കിൽ അകപ്പെടുന്നത്. ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസർ അറസ്റ്റിലായിരിക്കുന്നു. എന്തിന്റെ പേരിലാണ് അറസ്റ്റിലായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. രോഹിണി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ ചില പെരുമാറ്റ ദൂഷ്യങ്ങളുടെ പേരിലാണ് അറസ്റ്റ്, അതായത് മിസ്കണ്ടക്റ്റാണ് അറസ്റ്റിന് കാരണം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരമൊരു വിവരം മാത്രമാണ് അനൗദ്യോഗികമായി ലഭ്യമാവുകയും ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, എപ്സ്റ്റീൻ ഫയൽസിലെല്ലാം തന്നെ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇയാൾക്ക് ബന്ധമുള്ളതായി ചില വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാജകുമാരൻ്റെ പദവിയിലുള്ള, അതായത് ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന് പറയുന്ന രാജകുമാരൻ്റെ പദവിയിലുള്ള ആ പദവിയിൽ നിന്ന് ഇയാളെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇദ്ദേഹത്തിനെ, അതായത് ആൻഡ്രൂവിനെ 66 വയസ്സ് തികയുന്ന ദിവസം തന്നെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഔദ്യോഗികമായ വാർത്താ ഏജൻസിയായ BBC തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഏത് ഓഫീസിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയൊരു വിഷയമാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു പദവിയിലുള്ള ഒരാൾ അറസ്റ്റിലാകുന്നത് ചരിത്രത്തിലാദ്യമായാണ്, ബ്രിട്ടൻ്റെ ചരിത്രത്തിലാദ്യമായാണ്. മാത്രമല്ല, ഈ എപ്സ്റ്റീൻ ഫയൽസ്, ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതിൽ ശിക്ഷ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്ന റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ പദവിയിൽ നിന്ന്, പ്രിൻസ് എന്ന്, അതായത് രാജകുമാരൻ്റെ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു നീക്കമുണ്ടായത്. ആ പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഈ അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഉന്നതമായ പദവിയിലുള്ള, അതായത് ഈ ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന് പറയുന്ന പരമ്പരാഗതമായി ലഭിക്കുന്ന ഉന്നതമായ ഒരു നോബൽ പദവിയിലുള്ള ഒരാളെ ഇത്തരത്തിലൊരു നടപടിക്ക് വിധേയമാക്കുന്നത് ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.